കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് കുടിച്ചിട്ടാൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരികയോ. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന നിന്നെ എങ്ങനെയൊക്കെ കൊണ്ടുപോയി എത്ര സുന്ദരനായിട്ട് എത്ര സുന്ദരിയായിട്ട് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രവും സുഗന്ധവും തേച്ച് മനോഹരമായി നിന്നെ കൊണ്ടുപോയി കബറടക്കിയാൽ അല്ലാഹുവേ, നാളെ പരലോകത്ത് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നാളെ ചിലരിങ്ങനെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കൊണ്ടുവരുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാ, അവരങ്ങ് മൂക്കുപൊത്തുകയാണ്, അവരങ്ങ് മൂക്കുപൊത്തുകയാണ്. വല്ലാത്ത ദുർഗന്ധം അടിച്ചു വീശുകയാ, വല്ലാത്ത ദുർഗന്ധം അടിച്ചു വീശുകയാ. പടച്ചവനെ വൃത്തികെട്ടവനെ പോലെ, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ നശിച്ചവനെ പോലെ. നാളെ പരലോകത്ത് കടന്നു വരുന്ന ചില വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കേവലം ഈ മണ്ണാർക്കാടിന്റെ പരിസരത്തുള്ള ഈ ഒരു ചെറിയ നാടുണ്ടല്ലോ, ഈ നാട്ടുകാരുടെ മുന്നിൽ, നിന്റെ ഭാര്യയുടെ മുന്നിൽ, നിന്റെ മക്കളുടെ മുന്നിൽ, നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ, നിന്റെ കുടുംബക്കാരുടെ മുന്നിൽ, നിന്റെ നാട്ടുകാരുടെ മുന്നിലോ നാണം കെടുന്നതിന് നീ വല്ലാതെ പേടിക്കുന്നതെങ്കിലോ, എടാ ഇതൊന്നുമല്ലടാ ചെറുപ്പക്കാരാ, പെങ്ങളെ ഇതൊന്നുമൊന്നുമല്ല പൊന്നുമോള്, ഭയപ്പെടേണ്ടത് ഇവിടെയല്ലടാ ചെറുപ്പക്കാരാ, എന്റെ ഉപ്പമാരേ, ഭയപ്പെടേണ്ടത് ഇവിടെയല്ല. നാളെ പരലോകത്ത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ഈസാ നബിയും, ഇങ്ങനെ തുടങ്ങുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവിടുത്തെ അനുയായികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, അവിടുത്തെ സ്വഹാബത്തുണ്ടല്ലോ, അവിടുത്തെ താബീങ്ങളുണ്ടല്ലോ, അവിടുത്തെ തബഉ താബീങ്ങളുണ്ടല്ലോ, ഇമാമുമാരുണ്ടല്ലോ, ഔലിയാക്കന്മാരുണ്ടല്ലോ, സയ്യിദന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ആഫലീങ്ങളുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ, ഉംറ ചെയ്തവരുണ്ടല്ലോ. പടച്ചവനെ, നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരും നിന്നെ സ്നേഹിച്ചവര് മുഴുവനും ആ കൂടാനി 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 വരുന്ന ജനങ്ങളുണ്ടല്ലോ, ആ ഒരുമിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ നാണം കെട്ടുപോയാ, ആ ദിവസത്തിൽ നീ നിന്നനായി പോയാ, ആ ദിവസത്തിൽ നിന്നെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യും സഹോദരാ? അതുകൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയുകയാണ്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, അല്ലാഹുവേ, പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, എന്നെ നീ നിന്നനാക്കല്ലേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, പടച്ചവനെ, നീ നാളെ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇവിടെ നാണം കെടുന്നതിന് വല്ലാതെ പേടിക്കുന്നു. ഇവിടെ നിന്റെ